Hi students. Last class we have studied about MPS. What's the meaning of MPS? That is Master Production Scheduling, and what are its objectives and functions. അത്തരം കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. Today we have to discuss what are the procedures for developing MPS. എന്തൊക്കെയാണ് MPS ഡെവലപ്പ് ചെയ്യാനുള്ള procedures and guidelines, and produce in stock and produce in ഓർഡർ ഫെയിംസ്. MPS പ്രൊഡ്യൂസ്ഡ് സ്റ്റോക്കിൽ എങ്ങനെയാണ്, ഓർഡറിൽ എങ്ങനെയാണെന്നുള്ള അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ് ഫോർ ഡെവലപ്പിംഗ് MPS. എന്തൊക്കെയാണ് MPS ഡെവലപ്പ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ്? ഓക്കെ, ഫസ്റ്റ്ലി ടോട്ടൽ ഡിമാൻഡ് ഫോർ ദ എൻഡ് ഐറ്റംസ്, ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ചെയ്യാനുള്ള ടോട്ടൽ ഡിമാൻഡ് എത്രയാണെന്ന് നമ്മൾ ആദ്യം എസ്റ്റിമേഷൻ നടത്തും. ടോട്ടൽ ഡിമാൻഡ് ഫോർ ദ എൻഡ് ഐറ്റംസ് ഫ്രം ഓൾ സോഴ്സസ് എസ്റ്റിമേറ്റഡ്. നമുക്ക് എത്ര ടോട്ടൽ നമ്പർ ഓഫ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഡിമാൻഡ് ഉണ്ട് അത്ര നമ്മൾ എസ്റ്റിമേഷൻ നടത്തും. ദെൻ ഓർഡേഴ്സ് ആർ അസൈൻ ടു പ്രൊഡക്ഷൻ സ്ലോട്ട്സ്. ആ എസ്റ്റിമേഷനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ട് ഓർഡർ എത്രയുണ്ട് അതിനനുസരിച്ച് പ്രൊഡക്ഷൻ സ്ലോട്ട്സ് റെഡിയാക്കി വെക്കും. ആൻഡ് ഡെലിവറി പ്രെമിസസ് ആർ മെയ്ഡ് ടു കസ്റ്റമേഴ്സ് ബിഫോർ ഡീറ്റെയിൽ കാൽക്കുലേഷൻസ്. പറഞ്ഞ സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്ത സമയത്തിനുള്ളിൽ പ്രൊഡക്ഷൻ നടത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, ആ ഒരു ഡെലിവറി പ്രോമിസ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുത്തിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ നമുക്ക് കാൽക്കുലേഷൻ നടത്തി മീൻസ് ഷെഡ്യൂൾസ് ആക്കി പ്രൊഡക്ഷൻ നടത്താം എന്നുള്ളത് നമ്മൾ ചെയ്യുന്നതാണ് ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, ടോട്ടൽ ഡിമാൻഡ്, അതായത് എത്ര നമുക്ക് പ്രൊഡക്ഷൻ അല്ല എത്ര ടോട്ടൽ ഡിമാൻഡ് ഉണ്ട് അത് നമ്മൾ ആദ്യം എസ്റ്റിമേഷൻ നടത്തും. എല്ലാ സോഴ്സിൽ നിന്നുള്ള എസ്റ്റിമേഷൻ നടത്തും. ടോട്ടൽ ഡിമാൻഡ് എത്ര എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഓരോ പ്രൊഡക്ഷൻ സ്ലോട്ട്സ് ആക്കും. ഓർഡറിനെ ബേസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ സ്ലോട്ട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. ദെൻ കസ്റ്റമേഴ്സ് ഓർഡർ ചെയ്ത ആ പർട്ടിക്കുലർ ടൈമിനുള്ളിൽ തന്നെ നമുക്ക് എങ്ങനെ പ്രൊഡക്ഷൻ നടത്താം എന്നുള്ള ഒരു മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ നടത്തിയിട്ടാണ് നമ്മൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഗൈഡ് ലൈൻസ് ഫോർ മാസ്റ്റർ ഷെഡ്യൂളിംഗ്. എന്തൊക്കെയാണ് മാസ്റ്റർ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ്? ഫസ്റ്റ് വൺ, വർക്ക് ഫ്രം ആൻ അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ പ്ലാൻ. ഒരു അഗ്രിഗേറ്റ് പ്രൊഡക്ഷൻ പ്ലാനിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കണ്ടേ. ദെൻ നെക്സ്റ്റ് വൺ, ഷെഡ്യൂൾ കോമൺ മൊഡ്യൂൾസ് വെൻ പോസിബിൾ. ഓരോ കോമൺ മൊഡ്യൂൾസ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾക്ക് പ്രൊഡക്ഷൻ നടത്താൻ. ദെൻ ലോഡ് ഫെസിലിറ്റീസ് റിയലിസ്റ്റിക്കലി. ഓരോ ഫെസിലിറ്റീസ് നമ്മൾ റിയൽ ബേസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഷെഡ്യൂൾ നടത്താൻ. ദെൻ റിലീസ് ഓർഡേഴ്സ് ഓൺ ടൈംലി ബേസിസ്. കസ്റ്റമേഴ്സിൻ്റെ എപ്പോഴാണ് ഡിമാൻഡുകൾ അല്ലെങ്കിൽ അവർ പറയുന്ന ടൈമിനുള്ളിൽ തന്നെ നമുക്ക് മീൻസ് ഓർഡർ എടുത്തിട്ട് അതിനനുസരിച്ച് പ്രൊഡക്ഷൻ നടത്തി കസ്റ്റമേഴ്സിന് കൊടുക്കണം. ദാറ്റ് ഈസ് റിലീസ് ഓർഡേഴ്സ് ഓൺ ടൈംലി ബേസിസ്. പർട്ടിക്കുലർ ടൈമിനുള്ളിൽ പ്രൊഡക്ഷൻ നടത്തി കൊടുക്കണം. ദെൻ മോണിറ്റർ ഇൻവെൻട്രി ലെവൽസ് ക്ലോസ്ലി. മോണിറ്റർ ഇൻവെൻട്രി ലെവൽ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഓവർ സ്റ്റോക്കിംഗ് ഉണ്ടോ, അണ്ടർ സ്റ്റോക്കിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ ഡിമാൻഡ് അനുസരിച്ച് പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ സ്റ്റോക്ക് കൂടുതലാണ് സെയിൽസ് കുറവാണോ, അങ്ങനത്തെ കാര്യങ്ങൾ ഇൻവെൻട്രി ബേസ് ചെയ്തിട്ട് ലെവൽ നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ റീഷെഡ്യൂൾ ആസ് റിക്വയർഡ്. നമ്മൾ ചെയ്ത ഷെഡ്യൂൾ അനുസരിച്ച് എന്തെങ്കിലും ഇന്നാഡിക്വേറ്റ് ആണ്, എന്തെങ്കിലും എന്താ പറയുക പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ MPS റീഷെഡ്യൂൾ ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്ത് വെച്ചേക്കണം അല്ലെങ്കിൽ MPS മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് ഇഫ് എനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റീഷെഡ്യൂൾ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് മാസ്റ്റർ ഷെഡ്യൂളിൻ്റെ ഗൈഡ് ലൈൻസ് ആണ്. ഫസ്റ്റ് വൺ എന്തായിരുന്നു, അഗ്രിഗേറ്റ് പ്ലാനിങ്ങിന് പ്രൊസീഡ് വർക്ക് ചെയ്യാം. ദെൻ കോമൺ മോഡ്യൂൾസ് ആക്കിയിട്ട് ഷെഡ്യൂൾ ചെയ്യുക. ദെൻ ലോഡ് ഫസ്റ്റ് റിയലിസ്റ്റിക്കലായിട്ട് നമ്മൾ ഓരോ ഫെസിലിറ്റീസ് ബേസ് ആയിട്ട് ചെയ്യാം. റിലീസ് ഓർഡേഴ്സ് ടൈം ബേസിസ്. ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്താനുള്ള കാര്യങ്ങൾ നോക്കുക. ദെൻ ഇൻവെൻട്രി ചെക്ക് ചെയ്യുക, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇൻവെൻട്രീസ്. ദെൻ റീഷെഡ്യൂൾ ആസ് റിക്വയർഡ്. ഇഫ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോരായ്മകളുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് വെച്ചിരുന്ന MPS റീഷെഡ്യൂൾ ചെയ്യാം. ഓക്കെ, ദെൻ അപ്ഡേറ്റിംഗ് MPS. എങ്ങനെയാണ് നമ്മൾ MPS അപ്ഡേറ്റ് ചെയ്യണത്? മെയിൻലി MPS യൂഷ്വലി അപ്ഡേറ്റഡ് വീക്ക്ലി. ഓരോ വീക്ക്ലി ബേസിസിലാണ് MPS അപ്ഡേറ്റ് ചെയ്യണത്. ആഫ്റ്റർ 1 week ഹാസ് പാസ്ഡ്, 1 week ഈസ് ടേക്കൺ ഓഫ് ദ ഫ്രണ്ട് ആൻഡ് എൻഡ് ഓഫ് ദ MPS. നമ്മളിപ്പോൾ MPS ചെയ്തതിന് ശേഷം ഒരു വീക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, 1 week ഈസ് ടേക്കൺ ഓഫ് ദ ഫ്രണ്ട്. ഒരു വീക്ക് നമ്മളിങ്ങനെ MPS റെഡിയാക്കും. ദെൻ 1 week ഈസ് ആഡഡ് ടു ദ ബാക്ക് എൻഡ് ആൻഡ് ഡിമാൻഡ് ഫോർ ഓൾ MPS എസ്റ്റിമേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പ്രൊഡക്ഷൻ ഷെഡ്യൂൾ നടത്തിയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, means 1 week passed, then 1 week is taken off the front and means ഒരു അതിന് ശേഷം വരുന്ന ഒരു വീക്ക് നമ്മൾ മീൻസ് ഫ്രണ്ടിൽ 1 week നമ്മൾ എടുക്കും, അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ 1 week നമ്മൾ എടുക്കും. ദെൻ ഇൻ ബിറ്റ്വീൻ 1 week ഉണ്ടാവും. അപ്പോൾ മെയിൻലി
ഓൾറെഡി 1 വീക്ക് പാസ് ചെയ്തത്, ദെൻ ഫ്യൂച്ചറിൽ 1 വീക്ക്, ഇപ്പോൾ കറൻ്റ്ലി നമ്മളുള്ള ഒരു 1 വീക്ക്. ആ ഒരു വീക്ക്ലി ബേസിസിലാണ് നമ്മളെപ്പോഴും അപ്ഡേഷൻ നടക്കുന്നത്. ദെൻ ഏർലി പാർട്ട് ഓഫ് ദ MBS ടെൻഡ് ടു ബി ഡോമിനേറ്റഡ് ബൈ ആക്ച്വൽ ഓൺ കസ്റ്റമേഴ്സ് ഓർഡേഴ്സ്. ദാറ്റ് ഈസ് ഏർലി പാർട്ട് ഓഫ് വീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MBS വീക്ക് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഓർഡറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ദെൻ ഫ്യൂച്ചർ ലേറ്ററിൽ 1 വീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർകാസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ദാറ്റ് ഈസ് ഫ്യൂച്ചറിൽ എന്തായിരിക്കും ഒരു ഫോർകാസ്റ്റിനെ ബേസ് ചെയ്തിട്ട് കൺസിഡർ ചെയ്യണേ. ദെൻ ഇൻ മിഡിൽ ഓഫ് ദ ഷെഡ്യൂൾ ഏർലി വീക്കിന് അല്ലെങ്കിൽ ലാറ്റർ വീക്കിനെ ബേസ് പിന്നെ മിഡിൽ ഓഫ് ദി ഷെഡ്യൂളിൽ ആ ഒരു വീക്കിൽ നമ്മളെന്താ which estimates a combination of actual order and forecast. നമ്മൾ പറഞ്ഞു ഏർലി വീക്കിൽ നമ്മൾ എന്താ പറയുക കസ്റ്റമേഴ്സ് ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ട്, ലേറ്റർ 1 വീക്ക് പറയുന്നത് എന്താ ഫോർകാസ്റ്റിനെ ബേസ് ചെയ്തിട്ട്, മിഡിൽ ഓഫ് ദ വീക്ക് രണ്ടിൻ്റെയും കോമ്പിനേഷൻ, ദാറ്റ് ഈസ് കസ്റ്റമേഴ്സ് നീഡ് ആൻഡ് ഫോർകാസ്റ്റ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അപ്ഡേഷൻ നടത്തുന്നത് MBSൻ്റെ. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് MBS ഇൻ പ്രൊഡ്യൂസ് ടു സ്റ്റോക്ക് ആൻഡ് പ്രൊഡ്യൂസ് ടു ഓർഡർ ഫേംസ്. എന്ന് വെച്ചാൽ എന്താ MBS പ്രൊഡ്യൂസ്ഡ് സ്റ്റോക്കിനെ ബേസ് ചെയ്തിട്ടും പ്രൊഡ്യൂസ് ചെയ്യും, ഓർഡറിനെ ബേസ് ചെയ്തിട്ടും പ്രൊഡ്യൂസ് ചെയ്യണേനെ പറയണേ. ദെൻ മാസ്റ്റർ ഷെഡ്യൂളിംഗ് പ്രൊസീജിയേഴ്സ് ഡിഫർ അക്കോർഡിംഗ് ടു വെദർ എ ഫേം ഇസ് പ്രൊഡ്യൂസ് ടു സ്റ്റോക്ക്, പ്രൊഡ്യൂസ് ടു ഓർഡർ. MPS ഷെഡ്യൂൾ ചെയ്യുന്ന നമ്മൾ ഓരോ കമ്പനീസിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണ് പറയണേ? ചില കമ്പനീസ് പ്രൊഡ്യൂസ്ഡ് സ്റ്റോക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും MPS ചെയ്യണേ, ചില കമ്പനീസ് പ്രൊഡ്യൂസ്ഡ് ഓർഡറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും MPS ചെയ്യണേ. ഓക്കെ, ദ എലമെൻറ്റ്സ് ഓഫ് ദ MPS ദാറ്റ് ആർ എഫക്റ്റഡ് ബൈ ദ ടൈം പ്രൊഡക്റ്റ് സിസ്റ്റം മീൻസ് കുറച്ച് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് എഫക്റ്റ് ചെയ്തിട്ടാണ് MPS നമ്മൾ ചെയ്യുന്നത്. ഡിമാൻഡ് മാനേജ്മെൻറ്റ്, ലോട്ട് സൈസിങ് ആൻഡ് നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ടു ബി ഷെഡ്യൂൾഡ്. ഏതൊക്കെ ഫാക്ടേഴ്സാണ് എഫക്റ്റ് ചെയ്യണേ? ഡിമാൻഡ് മാനേജ്മെൻറ്റ്, കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ട്, ലോട്ട് സൈസിങ് ഓരോ ലോട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട അതിനെ ബേസ് ചെയ്തിട്ട്, നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ടു ബി ഷെഡ്യൂൾഡ് എത്രയാണ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് എത്ര പ്രൊഡക്ട്സ് ആണ് ഷെഡ്യൂൾ ചെയ്യണേ അതിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, ദെൻ പ്രൊഡ്യൂസ് ടു സ്റ്റോക്ക് ആൻഡ് പ്രൊഡ്യൂസ് ടു ഓർഡർ ഫേംസിൽ പ്രൊഡ്യൂസ് ടു ഓർഡർ ഫേമിൽ നമ്മൾ പറയാൻ പോണേ. ഇൻ പ്രൊഡ്യൂസ് ടു ഓർഡർ സിസ്റ്റം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഓർഡറിൻ്റെ കസ്റ്റമേഴ്സ് ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് മാനേജ്മെൻറ്റ് വർക്ക് ചെയ്യണത്. ദാറ്റ് ഈസ് കസ്റ്റമേഴ്സ് ഓർഡറിന് പ്രയോറിറ്റി കൊടുക്കുന്നത്. The lot size and the number of products to be produced on order are into the customer order. That is produced to order സിസ്റ്റത്തിൽ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓർഡർ എത്രയാണ് പറഞ്ഞാൽ അതിനനുസരിച്ചാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. ഓക്കെ, for example, if a customer orders 100 numbers of a particular product, then 100 numbers of products will be produced on that order. Customers എത്ര ഓർഡർ ചെയ്തേ? 100 യൂണിറ്റ്സ് ആണ് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തേ. അപ്പോൾ നമ്മൾ എത്ര പ്രൊഡക്ഷൻ നടത്തുന്നത്? ആ 100 യൂണിറ്റ്സ് തന്നെയായിരിക്കും നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. ദാറ്റ് ഈസ് വി ആർ പ്രൊഡക്ഷൻ നടത്തുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? കസ്റ്റമേഴ്സിൻ്റെ ഓർഡറിനെ ബേസ് ചെയ്തിട്ട്. ദിസ് അപ്രോച്ച് ലോട്ട് ഈസ് കോൾഡ് ലോട്ട് ഫോർ ലോട്ട്. അതാണ് പ്രൊഡ്യൂസർ ടു ഓർഡർ ഫേംസ് എന്ന് പറഞ്ഞാൽ, അതായത് കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ ഓർ ഡിമാൻഡിനെ ബേസ് ചെയ്ത് പ്രൊഡക്ഷൻ നടത്തുന്നതിനാണ് പ്രൊഡ്യൂസ് ടു ഓർഡർ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് എന്തായിരുന്നു? പ്രൊഡ്യൂസ് ടു സ്റ്റോക്ക്. നമുക്കറിയാം പേരിൽ തന്നെയുണ്ട് പ്രൊഡ്യൂസ് ടു സ്റ്റോക്ക്. ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടാണോ? അല്ല, സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി. ദാറ്റ് ഈസ് ഫ്യൂച്ചറിൽ കസ്റ്റമേഴ്സിന് മീൻസ് ഡിമാൻഡ് ഉണ്ടാവും, ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് ഫ്യൂച്ചറിൽ ഡിമാൻഡ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ നടത്തി സ്റ്റോക്ക് ചെയ്ത് വെക്കും. അതാണ് പ്രൊഡ്യൂസ് ടു സ്റ്റോക്ക്. In produce to stock firms, the orders for products come mainly from warehouse orders within the company. These orders are based on the forecast of future demand. നമുക്ക് മീൻസ് ഇപ്പോൾ ഓർഡർ അനുസരിച്ചിട്ടാണോ? അല്ല, ഫ്യൂച്ചറിൽ ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവും എന്നുള്ളൊരു ആൻറ്റിസിപ്പേഷനിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ നടത്തി നമ്മൾ എന്ത് ചെയ്താൽ വെയർ ഹൗസിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കും. ദാറ്റ് ഈസ് പ്രൊഡ്യൂസ് ടു സ്റ്റോക്ക് ഫേംസ്. ഓക്കെ, ആ രണ്ട് ഡിഫറൻസ് മനസ്സിലായില്ലേ? പ്രൊഡ്യൂസ് ടു ഓർഡർ ഫേംസ് ആണെങ്കിൽ ഓർഡറിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഡിമാൻഡിനെ ബേസ് ചെയ്ത് പ്രൊഡക്ഷൻ നടത്തുന്നു. പ്രൊഡ്യൂസ് ടു സ്റ്റോക്ക് ആണെങ്കിൽ സ്റ്റോക്കിന് വേണ്ടി മീൻസ് ഫ്യൂച്ചറിൽ ഡിമാൻഡ് ഉണ്ടാവും, ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് ഫ്യൂച്ചറിൽ ഡിമാൻഡ് ഉണ്ടാവും, അതിന് കൊണ്ട് നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ നടത്തി വെയർ ഹൗസിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ദ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് മോഡ്യൂൾ ദാറ്റ് ഇസ് കപ്പാസിറ്റി. Capacity means it is the rate of productive capability of a facility. That is നമുക്കൊരു ഓർഗനൈസേഷനിൽ എത്ര കപ്പാസിറ്റി ഉണ്ട്, മീൻസ് എത്ര നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും, ആ ഒരു കേപ്പബിലിറ്റിയാണ് ഒരു പ്രൊഡക്റ്റീവ് കേപ്പബിലിറ്റി. ഒരു ഫെസിലിറ്റി നമുക്ക് എത്ര കേപ്പബിൾ ആണെന്ന് പറയുന്നതാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ദെൻ കപ്പാസിറ്റി ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് വോളിയം ഓഫ് ഔട്ട്പുട്ട് പെർ പീരീഡ് ഓഫ് ടൈം. ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ നമുക്ക് എത്ര വോളിയം പ്രൊഡക്ഷൻ നടത്താൻ പറ്റും എന്ന് പറയുന്നതാണ് കപ്പാസിറ്റി. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് വോളിയം ഓഫ് ഔട്ട്പുട്ട്. നമുക്ക് എത്ര ഔട്ട്പുട്ടിൽ പ്രൊഡക്ഷൻ നടത്താമെന്ന് പറയുന്ന ആ ഒരു വോളിയമിനാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്.
Then production managers are more concerned about the capacity for the following reasons. Following reasons ബേസ് ചെയ്തിട്ടാണ് കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയെന്ന് പ്രൊഡക്ഷൻ മാനേജേഴ്സ് പറയുന്നത്. ഫസ്റ്റ് വൺ, sufficient capacity is required to meet the customer's demand in time. സഫിഷ്യൻറ്റ് കപ്പാസിറ്റി എന്തിനായിരുന്നു? കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ്, ആ ഒരു പർട്ടിക്കുലർ ടൈമിന് അവർക്ക് എത്ര ഡിമാൻഡ് ഉണ്ട് അത് മീറ്റ് ചെയ്യാൻ ഓർഗനൈസേഷന് കപ്പാസിറ്റി ഉണ്ടോ, സഫിഷ്യൻറ്റ് കപ്പാസിറ്റി ഉണ്ടോ എന്ന് പറയും. ദെൻ നെക്സ്റ്റ് വൺ, കപ്പാസിറ്റി അഫക്ട്സ് ദ കോസ്റ്റ് എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻസ്. ദാറ്റ് ഈസ് ഇറ്റ് അഫക്ട്സ് ദ കോസ്റ്റ്, ഓർഗനൈസേഷൻ്റെ കോസ്റ്റ് എഫിഷ്യൻസി അല്ലെങ്കിൽ കോസ്റ്റ് കുറച്ചിട്ടാണോ ആ ഒരു എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻസ് അളക്കാനും കപ്പാസിറ്റി ഉണ്ട്. കപ്പാസിറ്റി എഫക്ട്സ് ഷെഡ്യൂളിംഗ് സിസ്റ്റം. ഇറ്റ് ഓൾസോ എഫക്ട്സ് ദ ഷെഡ്യൂളിംഗ് സിസ്റ്റം. ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞു ഓരോ പ്രൊഡക്ഷൻ ഓരോ ഷെഡ്യൂൾസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഷെഡ്യൂൾ സിസ്റ്റത്തിന് കപ്പാസിറ്റി എഫക്റ്റ് ആണ്. ദെൻ ലാസ്റ്റ് വൺ, കപ്പാസിറ്റി ക്രിയേഷൻ റിക്വേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. കപ്പാസിറ്റി ക്രിയേഷൻ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇറ്റ് റിക്വേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഓർഗനൈസേഷൻ ഇൻവെസ്റ്റ്മെൻറ്റും കപ്പാസിറ്റി ആവശ്യമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തായിരുന്നു MPSൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ദെൻ പ്രൊഡ്യൂസ്ഡ് സ്റ്റോക്ക് എന്താണ്, പ്രൊഡ്യൂസ്ഡ് ഓർഡർ എന്താണ്, ദെൻ ലാസ്റ്റ് വൺ കപ്പാസിറ്റി. ഓക്കെ, താങ്ക് യു.